അപ്പോൾ ദേ എൻ്റെ ഹസ്ബൻഡ് മേളിലിരുന്ന് നമ്മൾ മേടിച്ച ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി എന്തായാലും അവിടെ ഇരുന്ന് സെറ്റ് ചെയ്യട്ടെ. നമുക്ക് അകത്ത് പോയിട്ട് ഫുഡ് ടേസ്റ്റ് ചെയ്യാം. ഫുഡായിട്ടൊന്നുമില്ല, ജസ്റ്റ് സ്വർണ്ണപ്പാപ്പടി. ഞാൻ സ്വർണ്ണപ്പാപ്പടിയൊക്കെ ഇവിടെ വന്നിട്ടാണ് കേട്ടോ കൂടുതലും കഴിച്ചു തുടങ്ങിയത്. നാട്ടിൽ നിൽക്കുമ്പോൾ ഒന്നും എനിക്കിതങ്ങനെ കഴിക്കണമെന്ന് അങ്ങനെ തോന്നിയിട്ടില്ല. ഇവിടെ നിൽക്കുമ്പോൾ കഴിക്കുന്ന വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ നാട്ടിലെ സ്നാക്സും കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ ഞാനും നൈനും അതൊക്കെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ലൈറ്റ് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഫൈനൽ ലുക്ക്. പിന്നെ കുറച്ച് അറ്റകുറ്റ പണികളോടെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മംഗൽവാർ മാർക്കറ്റിലാണ് പോയത്, അതായത് ചൊവ്വാഴ്ച മാർക്കറ്റ്. അപ്പം ഹിന്ദിയൊക്കെ പഠിച്ചുകൊണ്ട് കുറച്ച് ഗമയ്ക്ക് വേണ്ടി ഞാൻ മംഗൽവാർ എന്ന് പറഞ്ഞതാണ്. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഷൂസൊക്കെ നോക്കി. പിന്നെ ഈ സംഭവങ്ങളൊക്കെ കണ്ടു. നമ്മൾ ഓൺലൈനിൽ നിന്ന് കാണുന്ന എല്ലാ സംഭവം ഇവിടെ ഉണ്ട്. അതും നല്ല ചീപ്പ് റേറ്റിന് എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് കുറച്ച് കടലയും കാര്യങ്ങളും ഡാലൊക്കെ വേണമായിരുന്നു, അതൊക്കെ മേടിച്ചു. പിന്നെ അവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ, ഒരു ഗുരുദ്വാറുണ്ട്. പിന്നെ ഞാൻ അവിടെ അച്ചാറുണ്ട്. എനിക്ക് ഇവരുടെ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം മസാല കൂടുതലാണ്, ഉപ്പ് കൂടുതലാണ്, അതുകൊണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ മേടിച്ചു. പിന്നെ ഈ ലൈറ്റൊക്കെ കാണാം, നമ്മൾ ഓൺലൈനിൽ കാണുന്നില്ല. ഇവിടെ 6 പീസിന് 50 രൂപ അങ്ങനെയാണ് റേറ്റ് വരുന്നത്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് കുറച്ച് പടക്കമൊക്കെ മേടിച്ചു. പിന്നെ കമ്മലുകാരനെ കണ്ടപ്പോൾ പുള്ളിക്ക് എനിക്ക് വേണ്ടിയിട്ട് കമ്മൽ മേടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ മേടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി തന്നെ ഒരു കമ്മൽ എനിക്ക് സെലക്ട് ചെയ്ത് തന്നു. പിന്നെ അതായത് നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു, ചോള ഭട്ടൂരയാണ് മേടിച്ചത്. അതും കൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി